ഹായ് എവരി വൺ, വെൽക്കം ടു മൈ മദേഴ്സ് കിച്ചൻ. ഇന്ന് ഞാൻ പച്ച ഏത്തക്ക കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു തോരൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ഏത്തക്കയുടെ തൊലി കളയുമ്പോൾ ഇതിൻ്റെ പുറമേയുള്ള ആ പച്ചത്തൊലി മാത്രം കളഞ്ഞാൽ മതി. ഏകദേശം ഒരു ഇഞ്ച് നീളത്തിലാണ് ഞാനിത് മുറിച്ചെടുക്കുന്നത്. സാധാരണ വാഴയ്ക്ക അരിയുമ്പോൾ അതിൻ്റെ കറ പോകാനായിട്ട് കഞ്ഞിവെള്ളത്തിലാണ് അരിഞ്ഞിടുന്നത്. കഞ്ഞിവെള്ളമില്ലെന്ന് വരിയിൽ വെള്ളത്തിൽ അരിഞ്ഞിട്ടാലും മതി. വാഴയ്ക്ക ഞാൻ വളരെ കനം കുറച്ചാണ് അരിഞ്ഞെടുക്കുന്നത്. വാഴയ്ക്ക തോരൻ കറി ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. പാനിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. എണ്ണ ചൂടായി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കടുകാണ് ഇടുന്നത്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സബോള ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇനിയും ചേർക്കുന്നത് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. 1/2 ടീസ്പൂൺ പെപ്പർ ഫ്ലേക്സ്. ഇത്രയും ചേർത്തൊന്ന് ചെറുതായിട്ട് വഴറ്റിയിട്ട് 2 തണ്ട് കറിവേപ്പില, ഉള്ളിയും മുളകും ചേർത്ത് 1-2 മിനിറ്റ് വഴറ്റി ഇനി അതിലേക്ക് ചേർക്കുന്നത് 1 കപ്പ് തേങ്ങ ചിരകിയതാണ്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നു. ഇനി നമുക്ക് ഉടനെ തന്നെ അരിഞ്ഞു വെച്ച വാഴയ്ക്ക ചേർക്കാം. ഇത് 400 ഗ്രാം വാഴയ്ക്കയുണ്ട്. 3-4 പ്രാവശ്യം നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയെടുത്തതാണ്. ഇത്രയും സാധനങ്ങളെ ഇതിൽ ചേർക്കുന്നുള്ളൂ. പക്ഷെ ഇത് തോരനായി കഴിയുമ്പോൾ വളരെ ടേസ്റ്റിയാണ്. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി മൂടി വെച്ച് വേവിക്കണം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇത് വേവിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 5 മിനിറ്റായി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാനിത് ഇളക്കുന്നത്. നോൺ സ്റ്റിക്ക് പാൻ ആണെന്ന് വരിയിൽ ഒട്ടും അടി പിടിക്കുകയില്ല. അഥവാ അടിയിലൊന്ന് പിടിക്കുകയാണെന്ന് വരിയിൽ ഒരു സ്വല്പം വെള്ളം തെളിച്ചു കൊടുത്താൽ മതി. ഒട്ടും വെള്ളം ഒഴിക്കാതെ ഇത് വേവിച്ചെടുക്കാം. കനം കുറച്ച് അരിഞ്ഞിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് വേവുകയും ചെയ്യും. ഇപ്പോൾ പകുതി വെന്തിട്ടുണ്ട്. ഇനി ഇതധികം സമയം എടുക്കത്തില്ല. ഒന്നും കൂടി മൂടി വെച്ച് വേവിക്കുകയാണ്. അടിയിൽ പിടിച്ചിട്ടില്ല, ഒരു സ്വല്പം കൂടി വേകാനുണ്ട്. അതുകൊണ്ട് ഞാനൊരു സ്വല്പം വെള്ളം തളിച്ചു കൊടുക്കുകയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു സ്വല്പം സമയം കൂടി മൂടി വെച്ച് വേവിക്കണം. വെന്തോന്ന് നോക്കട്ടെ. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും എരിവും എല്ലാം ഉണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്നും കൂടെ ഇളക്കി മൂടി വെക്കുകയാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ വളരെ രുചിയായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു തോരൻ കറിയാണ്. ഈ റെസിപ്പിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും.